أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മേൽ കാണിച്ച ഹദീസിൽ നിന്നാണ് ഇസ്ലാമിക വൈദ്യത്തിലെ പ്രകൃത വിജ്ഞാനം എന്ന അധ്യായം തുടങ്ങുന്നത്. രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ രോഗിയുടെ പ്രകൃതവും രോഗത്തിൻ്റെ പ്രകൃതവും മരുന്നിൻ്റെ പ്രകൃതവും മനസ്സിലാവണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി വജ്ഹൻ വ അഹ്സനുഹും ഖുലുഖ. വജ്ഹ് എന്ന് പറഞ്ഞാൽ ശരീരം. വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എൻ്റെ ശരീരത്തെ മുന്നടിച്ചു എന്നാണ്. അതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ കിട്ടും. ശരീരം നന്നാകുമ്പോഴാണ് സ്വഭാവം നന്നാകുന്നത്. സ്വഭാവം നന്നാകുമ്പോഴാണ് ശരീരം നന്നാകുന്നത്. അപ്പോൾ രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. സ്വഭാവം നോക്കിയാൽ ശരീരം മനസ്സിലാവും. അപ്പോൾ എല്ലാ രോഗങ്ങളും മാനസികമാണ്. ശരീരം നോക്കിയാൽ സ്വഭാവം മനസ്സിലാവും. എല്ലാ രോഗങ്ങളും ശാരീരികമാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഹദീസിൽ നിന്ന് മനുഷ്യന്റെ പ്രകൃതങ്ങളെക്കുറിച്ചുള്ള പഠനം തുടങ്ങും. ലോകത്തെ ഏറ്റവും പുരാതനം എന്ന് പറയപ്പെടുന്ന ആയുർവേദത്തിന്റെ ഫിലോസഫി അനുസരിച്ച് 5 വസ്തുക്കളിൽ നിന്നാണ് മനുഷ്യന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. പഞ്ചഭൂതങ്ങൾ എന്നാണ് അതിന് പറയാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും പഞ്ചഭൂത ത്രിദോഷ സിദ്ധാന്തം. അതാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭൂതം എന്ന് പറഞ്ഞാൽ വസ്തു എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ചൈത്താന്നൊന്നല്ല. 5 വസ്തുക്കള്: മണ്ണ്, വെള്ളം, വായു, അഗ്നി, ആകാശം. 5. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് എനർജിയാണ്. ഈ സ്പേസിൽ കാണുന്ന എനർജി, അല്ലാതെ ആകാശത്തിൽ നിന്നൊരു കഷ്ണം വീണതല്ല. സ്പേസ് എനർജി എന്ന് പറഞ്ഞത് ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് ഇലാഹിയത്താണ്. അതിൽ നിന്നാണ് മനുഷ്യനിൽ ദൈവാംശമുണ്ട് എന്ന തിയറി വരിക. ആകാശം മനുഷ്യനിലുണ്ട്, അതുകൊണ്ട് ദൈവാംശം മനുഷ്യനിലുണ്ട് എന്ന് വരും. ഭാരതീയ ഫിലോസഫിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണ് ദൈവം സർവവ്യാപിയാകുന്നു എന്നത്. ദൈവം എല്ലായിടത്തുണ്ട്, എല്ലാ വസ്തുക്കളിലും ദൈവാംശമുണ്ട്. അതുകൊണ്ട് ഭാരതീയ ഫിലോസഫി അനുസരിച്ച് മനുഷ്യന് ഇബാദത്ത് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അമ്മക്കും അച്ഛനൊക്കെ ഇബാദത്ത് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം അതിലൊക്കെ ദൈവാംശമുണ്ട്. കല്ലിനുണ്ട്, മരങ്ങൾക്കുണ്ട്, കാഞ്ഞിരക്കുറ്റിക്കുമുണ്ട്, മൂർക്കം പാമ്പിനുണ്ട്, എല്ലാറ്റിലും ദൈവാംശമുണ്ട്. കുഴപ്പമില്ല. ഒന്നിനും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അലൈഹിസ്സലാം. ഭാരതീയത എന്ന് പറയുന്നത് ചില ആരാധനാക്രമങ്ങളല്ല, ശരിക്കും അതൊരു സംസ്കാരമാണ്. ഭാരതീയത എന്ന് പറയുന്നതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ അടിസ്ഥാനശീല ശങ്കരാചാര്യരുടെ അദ്വൈതവാദം ഇതിൽ നിന്ന് വരുന്നതാണ്. ദ്വൈതം ഇല്ല, രണ്ടില്ല എന്നതാണ് അദ്വൈതവാദം. എല്ലാ വസ്തുക്കളിലും ദൈവാംശമുണ്ട്, എല്ലാറ്റിലുമുണ്ട്. ദൈവം സർവവ്യാപിയാണ്, മുഴുവൻ വസ്തുക്കളിലുമുണ്ട്. അതിനെ സ്ഥാപിക്കുന്ന ആളുകൾ ഖുർആനിൽ നിന്നൊക്കെ അതിനെ തെളിവ് പറയാൻ വേണ്ടി ശ്രമിക്കും. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാന്റെ സിംഹാസനം എവിടെയാണ്? എല്ലായിടത്തുമാണ്. അപ്പൊ അള്ളാഹ് എവിടെയാണ്? എല്ലായിടത്തുമാണ്. ദൈവം സർവ്വവ്യാപിയാകുന്നു എന്ന് പറയും. നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അവതരിപ്പിച്ച വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്നത് ഒരിക്കലും അദ്വൈതവാദമല്ല. വഹ്ദത്തുൽ വുജൂദും വഹ്ദത്തുൽ മൗജൂദും രണ്ടാണ്. ഗൗസുൽ ആദമിൻ്റേത് വഹ്ദത്തുൽ വുജൂദാണ്, ശങ്കരാചാര്യരുടേത് വഹ്ദത്തുൽ മൗജൂദാണ്. വുജൂദ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളത് ഒന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവാണ് ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും.
അതുകൊണ്ട് എല്ലാറ്റിലും അള്ളാഹനെ അന്വേഷിച്ചാൽ മതി, വേറൊന്നും അന്വേഷിക്കേണ്ട എന്നതാണ് വഹ്ദത്തുൽ വജൂദ്. എല്ലാ വസ്തുവിനെ കാണുമ്പോഴും അതിലൊക്കെ അന്വേഷിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താന്ന് ചോദിച്ചപ്പോൾ ഉജൂദു ഹാദിഹിൽ മഖ്ലൂഖാത്ത്, ഈ മഖ്ലൂഖാത്തിന്റെ ഉജൂദ് തന്നെയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായില്ലേ, അതന്നെ അള്ളാഹ് ഉണ്ട് എന്നതിന്റെ തെളിവ്. അതാണ് വഹ്ദത്തുൽ വജൂദ്. എന്നാൽ വഹ്ദത്തുൽ മൗജൂദ് എന്ന് പറഞ്ഞത് എല്ലാ വസ്തുക്കളിലും ദൈവാംശമുണ്ട്, അതുകൊണ്ട് ദൈവം എല്ലാറ്റിലും അടക്കം ചെയ്തിരിക്കുകയാണ്, ഇനി ദൈവത്തെ വേറെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. വഹ്ദത്തുൽ വജൂദ് എന്ന് പറഞ്ഞാൽ ഒന്നിനും തരേണ്ട, ആരെ തെരഞ്ഞാൽ മതി? അള്ളാഹനെ മാത്രം തെരഞ്ഞാൽ മതി എന്നാണ്. വഹ്ദത്തുൽ മൗജൂദ് എന്ന് പറഞ്ഞത് ഈ കാണുന്നതിലൊക്കെ അള്ളാഹ് ഉണ്ട്, അതുകൊണ്ട് ഇനി അള്ളാഹനായിട്ട് വേറെ തെരഞ്ഞെടുക്കേണ്ട, ഈ കാണുന്നതൊക്കെ തന്നെയാണ് അള്ളാഹു തആല എന്നതാണ്. അപ്പൊ രണ്ടും രണ്ടാണ്. സ്പേസ് എനർജി മനുഷ്യനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇലാഹിയത്ത് മനുഷ്യനിൽ ഉണ്ട് എന്ന് വരും. ജീവൻ തുടങ്ങിയ ഒരുപാട് വസ്തുക്കളെ ഇലാഹിയത്തിന്റെ സാന്നിധ്യമായി തെളിവുദ്ധരിക്കുകയും പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഇതാണ് ലോകത്ത് ഏറ്റവും അടിസ്ഥാനമുണ്ട് എന്ന് പറയപ്പെടുന്ന, ഏറ്റവും പുരാതനം എന്ന് പറയപ്പെടുന്ന ആയുർവേദത്തിന്റെ ഫിലോസഫി. ഇത് യുനാനിയിലേക്ക് വരുമ്പോൾ, ഗ്രീക്ക് ഫിലോസഫിയിലേക്ക് വരുമ്പോൾ മനുഷ്യനിൽ അഗ്നിയുണ്ട് എന്ന വാദത്തെ അവർ തള്ളിക്കളയും. മനുഷ്യനിൽ സ്പേസ് എനർജി ഉണ്ട് എന്ന വാദത്തെ അവർ തള്ളിക്കളയും. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ സാധാരണ അറബി കിതാബുകളിലൊക്കെ അൽ അനാസിറുൽ അർബഅയാണ് പറഞ്ഞിട്ടുള്ളത്, അൽ അനാസിറുൽ ഹംസ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അൽ അനാസിറുൽ അർബഅയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. 4 മൂലകങ്ങൾ, വെള്ളം, വായു, മണ്ണ്, അഗ്നി, 4 ഉള്ളൂ, സ്പേസ് എനർജി ഇല്ല എന്നതാണ് ഗ്രീക്ക് ഫിലോസഫിയിലെ ചർച്ച. ഇസ്ലാമിക വൈദ്യത്തിലെ ഫിലോസഫി ചർച്ച ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ഗ്രീക്കോ ഇസ്ലാമിക് ഫിലോസഫി എന്ന് പറയാവുന്ന പുരാതനമായ ഗ്രീക്ക് ശാസ്ത്രവും ഇസ്ലാമികമായ ശാസ്ത്രവും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുയൂത്തി ഇമാമിനെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചർച്ചകളാണ്. പ്രവാചക വൈദ്യത്തിലെയും പ്രധാനപ്പെട്ട പല ചർച്ചകളും നേരത്തെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ പഠനം ഗ്രീക്ക് ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ള പ്രകൃത വിജ്ഞാനത്തെക്കുറിച്ചാണ് ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക വൈദ്യത്തിന്റെ തനതായ രൂപത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ വരുമ്പോൾ 4ൽ നിന്ന് 1 വെട്ടി, 5ൽ നിന്ന് 1 വെട്ടി 4 മാറി. 4 മൂലകങ്ങളെ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളടത്ത് എത്തും. പ്രപഞ്ചത്തിൽ ഏത് വസ്തുക്കളും എന്തിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ സൃഷ്ടിപ്പിൽ എന്താണോ കൂടുതലായി ഒരാളിൽ ചേർന്നിട്ടുള്ളത് അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കും. അപ്പോ ഓരോ മനുഷ്യന്റെയും സൃഷ്ടിപ്പിനെ കുറിച്ച് വെവ്വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴേ പ്രകൃത വിജ്ഞാനം ശരിയായി വരുള്ളൂ. പ്രകൃതമനുസരിച്ചാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പെരുമാറിയത് എന്ന് കാണാം. ഓരോ ആളുകൾക്ക് ഓരോ പ്രകൃതമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥ തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കൂടി വിത്ർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇശ കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് വിത്റും നിസ്കരിച്ച് കിടന്നുറങ്ങും. ഉമർ റളിയല്ലാഹു അൻഹു ഇശ കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് കടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പിന്നെ വിത്ർ നിസ്കരിക്കും. ഒരിക്കൽ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ചർച്ച ചെയ്തു, നിങ്ങളെപ്പോഴാ നിസ്കരിക്കല്, നിങ്ങളെപ്പോഴാ നിസ്കരിക്കല്? രണ്ടാളും പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെങ്ങനെ പറ്റുക? ഇശ കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് വിത്ർ നിസ്കരിച്ച് ഉറങ്ങിയിട്ട് അപ്പൊ രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാവണമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങളെ രാത്രിയിലെ അവസാന നിസ്കാരം തഹജ്ജുദ് ആവൂലേ, അതെങ്ങനെ പറ്റുമെന്നാ?
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ വിത്രിസ്കരിക്കാതെ ഉറങ്ങിയിട്ട് അഥവാ തഹജ്ജുദിന് ഉണർന്നില്ലെങ്കിൽ എന്താ കാട്ടുക? അപ്പൊ തഹജ്ജുദും പോയി വിത്റും പോയി, രണ്ടും പോവില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതൊക്കെ എങ്ങനെ ഉണരാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അന്ന് നമ്മൾ നബിനോട് ചോദിക്കാം. അങ്ങനെ ഒരു നബിന്റെ അടുത്ത് വന്നു, വിവരം ചോദിച്ചു, രണ്ടാളും വിഷയങ്ങൾ അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖ് പറഞ്ഞത് ശരിയാണ്, ഉമർ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ രണ്ട് ശരിയുണ്ടായി. അത് രണ്ടാളുടെയും പ്രകൃതം അനുസരിച്ചാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതം എന്ന് പറഞ്ഞാല് തഹജ്ജുദ് നിസ്കാരത്തിന് ഉണരണം എന്നാണ് കരുതിയാ ഉണർന്നിരിക്കും. അത് മൂപ്പരുടെ പ്രകൃതമാണ്. കാലിങ്ങനെ വറക്കും ആ സമയമാകുമ്പോ, അപ്പം നീച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വതവേ റജുലുൻ ലഈഫാണ്, ഹൃദയം ലോലമായൊരു മനുഷ്യനാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു റജുലുൻ ലഈഫുൻ, ഹൃദയം ലോലമായൊരു മനുഷ്യനാണ്. അതുകൊണ്ട് മൂപ്പര് നീച്ചൂല എന്നല്ല പറഞ്ഞത്, മൂപ്പർക്ക് അതൊരു നീച്ചിയില്ലെങ്കിൽ എന്താ കാട്ടുക എന്നുള്ളൊരു പേടിയാണ്. മറ്റയാളെ സംബന്ധിച്ച് നീച്ചിയില്ലെങ്കിൽ എന്താ കാട്ടുക, നീച്ചാതിരിക്കുക എന്നൊരു സംഗതി ഉണ്ടാവുന്ന തസവൂറാവുന്നില്ല എന്നതാണ്. അപ്പൊ രണ്ടാളും രണ്ട് പ്രകൃതിയാണ്, അതുകൊണ്ട് രണ്ടും ശരിയാണെന്ന് പറഞ്ഞു. ഒരു സഹാബി വര്യനോട് നബി തങ്ങൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞു, പ്രമുഖനായ ഒരു സഹാബിയോട്. ആ സഹാബി വര്യൻ ഞാൻ അത് എല്ലാവരോടും പറയട്ടെ എന്നായിരുന്നു ചോദിച്ചു. അത് പറ്റൂല, അത് മൂപ്പരോട് മാത്രമുള്ള വർത്താനാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇങ്ങനെ ഓരോ ആളുകളോടും ഒരേ വിഷയം തന്നെ നബി തങ്ങൾ പറയുമ്പോൾ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ പറഞ്ഞതായി കാണാൻ പറ്റും. അപ്പോൾ ഓരോ മനുഷ്യന്റെയും പ്രകൃതങ്ങൾ മനസ്സിലാക്കിയാണ് നബിതങ്ങൾ ഇടപഴകിയിരുന്നത് എന്ന് കാണാം. ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനം ഇസ്ലാമിയത്തിലും പലർക്കും നബിതങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അതവരുടെ പ്രകൃതം അനുസരിച്ചാണ്. അബൂ സുഫിയാൻ ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനം മക്കം ഫത്ഹിന് ശേഷം കൊടുത്തു. എന്തിനപ്പം അങ്ങോട്ടൊക്കെ പോണത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിലും നേതാവാണ്, ഇസ്ലാമിയത്തിലും നേതാവാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിലും യോദ്ധാവാണ്, ഇസ്ലാമിയത്തിലും യോദ്ധാവാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിലും യുദ്ധത്തലവനാണ്, ഇസ്ലാമിയത്തിലും യുദ്ധത്തലവനാണ്. ഹംസ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള ആളുകളൊക്കെ പരിശോധിച്ചാൽ, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ പരിശോധിച്ചാൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രകൃതത്തിൽ തന്നെയാണ് ഇസ്ലാമിലും അവരെ നിലനിർത്തിയത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതെല്ലാം പ്രകൃതം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും. ഇസ്ലാമിക വൈദ്യവും മറ്റു വൈദ്യവും തമ്മിൽ ഇവിടെയുള്ള ഒരു വേർതിരിവ്, പ്രകൃതം മാറ്റാൻ കഴിയുമെന്നാണ് ഇസ്ലാമിക വൈദ്യം സിദ്ധാന്തിക്കുന്നത്. അടിസ്ഥാന പ്രകൃതം മാറ്റാൻ കഴിയും എന്നാണ്. അടിസ്ഥാന പ്രകൃതം, ശരിക്കും അടിസ്ഥാന പ്രകൃതം എന്ന് പറയുന്നത് ശുദ്ധ പ്രകൃതമാണ്. നഫ്സുൽ ഫിത്ര എന്ന് പറയുന്നത് ശുദ്ധ പ്രകൃതമാണ്. അപ്പൊ പിന്നെ നമ്മൾ എത്ര കണ്ടാലും ആ കാണുന്നതൊന്നും അടിസ്ഥാനത്തിന്റെ അടിസ്ഥാനമല്ല, അടിസ്ഥാനത്തിന്റെയും അടിസ്ഥാനം ശുദ്ധം തന്നെയാണ്. അപ്പൊ ആ ശുദ്ധതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാന്നുള്ളതാണ് പ്രകൃതം മാറ്റാൻ കഴിയും എന്ന് പറയുന്നതിന്റെ താല്പര്യം. മനുഷ്യന്റെ അടിസ്ഥാന എലമെന്റ്, മനുഷ്യന്റെ അടിസ്ഥാന റുക്കിന് എന്താണെന്ന് ചർച്ച നടക്കണം. ആ റുക്കിനിലേക്ക്, ആ എലമെന്റിലേക്ക് മനുഷ്യന്റെ പ്രകൃതത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് പ്രകൃതം മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാം. പ്രകൃതങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 9 തരം പ്രകൃതങ്ങൾ മനുഷ്യനുണ്ട് എന്ന് കാണാൻ പറ്റും. 9 പ്രകൃതങ്ങളാണ് മനുഷ്യനുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം.